ഉദ്യോഗസ്ഥരുടെ അലംഭാവത്താൽ ദുരിതം അനുഭവിക്കുകയാണ് എറണാകുളം ഏരൂർ നിവാസികൾ. അശാസ്ത്രീയമായ കാന നിർമ്മാണത്തെ തുടർന്ന് റോഡിൽ മലിനജലം കെട്ടിക്കിടക്കുകയാണ് ഈ മേഖലയിൽ. ഏരൂർ കണിയാമ്പുഴ റോഡിലൂടെയുള്ള യാത്ര ദുരിതപൂർണ്ണമെന്നാണ് നാട്ടുകാരുടെ പരാതി. റോഡിലെ വെള്ളക്കെട്ടിന് ഉടൻ പരിഹാരം വേണമെന്നാണ് ആവശ്യത്തിന് അധികൃതരുടെ അവഗണനയാണ്. ഇപ്പം ജനത്തിന് ഈ വഴി കൂടി നടക്കാൻ പറ്റണില്ല. എന്നുവെച്ചാൽ കംപ്ലീറ്റ് ചേണി പിടിച്ചിട്ട് ഒന്ന് ഈ നടക്കണ ആൾക്കാർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും. വണ്ടിക്കൊക്കെ പോണ ആൾക്കാർക്ക് ഒന്നും അറിയില്ല. ഇപ്പം നമുക്ക് തന്നെ കടയിൽ നിന്ന് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. കാന നിറഞ്ഞൊഴുകിയെത്തുന്ന മലിനജലവും മഴവെള്ളവും ചേർന്ന് ഏരൂർ കണിയാമ്പുഴ റോഡിലൂടെ നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. എങ്ങുമെത്താത്ത രീതിയിലാണ് കാനയുടെ നിർമ്മാണം. ദുരിതം അനുഭവിക്കുന്നതോ ഈ നാട്ടുകാരും. വാഹനങ്ങൾ കടന്നുപോകുമ്പോൾ കാൽനടയാത്രക്കാർക്ക് മേൽ വെള്ളം തെറിക്കും. വീതി കുറഞ്ഞ റോഡും വെള്ളക്കെട്ടുമായതിനാൽ ഗതാഗതക്കുരുക്കും രൂക്ഷമാണ്. ഹെവി വണ്ടി വന്നു കഴിഞ്ഞാൽ മൊത്തം ബ്ലോക്കാണ്. ഏകദേശം ഒരു മിനിമം 12 സ്കൂളുകളുടെ സ്കൂൾ ബസ് തന്നെ വരുന്നുണ്ട്. എല്ലാം രാവിലെ വൈകുന്നേരം വരുന്നതാണ്. ആ കുട്ടികളൊന്നും സമയത്ത് വീട്ടിലെത്താൻ പറ്റുന്നില്ല. കാരണം 2 കാർ വന്നാൽ തന്നെ ബ്ലോക്കാവും. അപ്പോൾ അങ്ങനെയുള്ള ആ ഏരിയയിലെങ്കിലും 1 മീറ്റർ വിട്ടെങ്കിലും എടുത്തിട്ട് അറ്റ്ലീസ്റ്റ് 2 വണ്ടി പോകുന്ന രീതിയിലെങ്കിലും കണിയാമ്പുഴ റോഡ് വികസിച്ചാൽ അല്പം ഞങ്ങൾക്ക് എല്ലാവർക്കും ആശ്വാസമുണ്ട്. ഉദ്യോഗസ്ഥരുടെ അലംഭാവമാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നാണ് നാട്ടുകാരുടെ പരാതി. പകുതിയിൽ അവസാനിപ്പിച്ച കാന നിർമ്മാണം പൂർത്തിയാക്കിയാൽ വെള്ളക്കെട്ടിന് പരിഹാരമാകും. ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഒരു അനാസ്ഥയാണ് ഇപ്പോൾ ഇത് വികസിക്കാത്തതിൻ്റെ ഒരു കാരണം. കാരണം ഉദ്യോഗസ്ഥർ കാര്യക്ഷമമായിട്ട് ഇതിൻ്റെ അലൈൻമെൻറ്റ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും അത് ഏറ്റെടുത്ത് നിവാസികൾക്ക് കൃത്യമായ നഷ്ടപരിഹാരം കൊടുത്തു കഴിഞ്ഞാൽ അവർ ഭൂമി വിട്ടുകൊടുക്കാൻ എല്ലാവരും തയ്യാറാണ്. പണ്ട് അവർ ഒരു നഷ്ടപരിഹാരവും വേണ്ട, മതിൽ മാത്രം കെട്ടിക്കൊടുത്താൽ മതി എന്ന് പറഞ്ഞിരുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഭൂമിക്ക് വിലയുണ്ട്. അപ്പോൾ ആ വില കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ നാട്ടുകാർ ഭൂമി വിട്ടുകൊടുക്കാൻ തയ്യാറാണ്. അപ്പോൾ അത് വേണ്ട പ്രവർത്തനങ്ങൾ ഉദ്യോഗസ്ഥ തലത്തിൽ നടക്കാത്തതുകൊണ്ടാണ് ഇതിങ്ങനെ മന്ദീകരിച്ചത്. വൈറ്റില, തൃപ്പൂണിത്തുറ, കാക്കനാട് തുടങ്ങിയ ഭാഗങ്ങളിലേക്ക് എളുപ്പത്തിൽ പോകാൻ കഴിയുന്ന വഴിയാണ് ഏരൂർ കണിയാമ്പുഴ റോഡ്. ന്യൂസ് 18 കൊച്ചി.